ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇവൻറ്റ് ബേസ്ഡ് സിസ്റ്റം. പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റംസ് എന്നും നമുക്കിതിനെ വിളിക്കാം. ഇവിടെ പബ്ലിഷർ കുറേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇവൻറ്റ് സർവീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ പർട്ടിക്കുലർ ഇവൻറ്റിലെ ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് അതിലേക്കുള്ള ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നു സബ്സ്ക്രിപ്ഷൻസ് ചെയ്യുന്നതിലൂടെ. ഇതെന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ഇവൻറ്റ്സിലുള്ള ഒരു ആർബിട്രറി പാറ്റേൺസ് ആണ്. അപ്പോൾ ഇത് ഒരു 1-to many കമ്മ്യൂണിക്കേഷൻ പാരഡിഗമാണ്. അതുപോലെ തന്നെ ഇത് ഒരു ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ആപ്ലിക്കേഷൻസ് ഓഫ് പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റം. ഇവിടെ ആപ്ലിക്കേഷൻ ഡൊമെയിനിൽ ലാർജ് സ്കെയിൽ ഡിസമിനേഷൻ ഓഫ് ഇവൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്നു. ഉദാഹരണം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്. മറ്റേ ഏരിയ എന്ന് പറഞ്ഞാൽ ലൈവ് ഫീഡ്സ് ഓഫ് റിയൽ ടൈം ഡേറ്റ. സപ്പോർട്ട് ഫോർ കോഓപ്പറേറ്റീവ് വർക്കിംഗ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ല, അതായത് ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് പർട്ടിക്കുലർ ഇവൻറ്റിനെ പറ്റി വെച്ചാൽ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരെയും കൂടെ ഇൻഫോം ചെയ്യുന്നു. ഉബിക്വിറ്റസ് ആയിട്ടുള്ള കമ്പ്യൂട്ടിങ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ഇവൻറ്റിനെ മാനേജ് ചെയ്യുന്നു ഈ ഉബിക്വിറ്റസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ബ്രോഡ് സെറ്റ് ഓഫ് മോണിറ്ററിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് മോണിറ്ററിങ് ഇൻ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഡീലിംഗ് റൂം സിസ്റ്റം. ഇവിടെ കുറേ ഡീലേഴ്സ് കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പം അവർ ഓരോരുത്തരും ഒരു പർട്ടിക്കുലർ ഒരു ഇവൻറ്റിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഓരോ ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സും ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പം ഈ സബ്സ്ക്രൈബ് ചെയ്ത ഓരോ ഡീലേഴ്സിനും ഓരോ നോട്ടിഫിക്കേഷൻസ് വരുന്നു. പബ്ലിക് സബ്സ്ക്രൈബ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹെട്രോജീനിറ്റി, അസിൻക്രണസിറ്റി ആൻഡ് ഡിഫറെൻറ്റ് ഡെലിവറി ഗ്യാരണ്ടി. അപ്പോൾ ആദ്യം തന്നെ ഇതിലുള്ള പ്രോഗ്രാമിംഗ് മോഡലിനെ പറ്റി നോക്കാം. ഇവിടെ കണ്ട ഒരു പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റം, പബ്ലിഷേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സ്പ്രസീവ്നെസ് ഓഫ് പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റം ഇതെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ മോഡലിനെയാണ് ഇത് ഉപയോഗിച്ച് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ചാനൽ ബേസ്ഡ് ഉണ്ട്, ടോപ്പിക് ബേസ്ഡ് ഉണ്ട്, കണ്ടന്റ് ബേസ്ഡ് ഉണ്ട്. ചാനൽ ബേസ്ഡ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു നെയിംഡ് ചാനലിൽ പബ്ലിഷേഴ്സ് അവരുടെ ഇവൻറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. എന്നിട്ട് ആ ചാനലിൽ വരുന്ന എല്ലാ ഇവൻറ്റ്സുകളും അവർ കാണുന്നു. കോർബ്ര ഇവൻറ്റ് സർവീസാണ് അതിലൊരു ഉദാഹരണം. ടോപ്പിക് ബേസ്ഡ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഓരോ നോട്ടിഫിക്കേഷൻസും നമ്പർ ഓഫ് ഫീൽഡ് ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓരോ ഫീൽഡുകളും ഓരോ ടോപ്പിക്കിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ടേംസിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. കണ്ടന്റ് ബേസ്ഡ്. ഇവിടെ നിന്ന് പറയുമ്പം ഇതെന്ന് പറയുന്നത് ടോപ്പിക് ബേസ്ഡ് അപ്രോച്ചിൻ്റെ ജനറലൈസേഷനാണ്. ഇത് ഒരു ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസിലുള്ള റേഞ്ച് ഓഫ് ഫീൽഡ്സിനെ പറ്റിയുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ഇത് അലോ ചെയ്യുന്നു. അടുത്തതാണ് ടൈപ്പ് ബേസ്ഡ്. ടൈപ്പ് ഓഫ് ഇവൻറ്റ്സിൻ്റെ ബേസിലാണ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മാച്ചിങ് എന്ന് പറയുന്നത്
ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ടൈപ്സ് ഓർ സബ് ടൈപ്സ് ഓഫ് ദി ഗിവൻ ഫിൽട്ടർ. ഇപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ അഡ്വാൻറ്റേജ് ആണ് കൺസെപ്റ്റ് ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ മോഡൽ. ഈ ഫിൽട്ടേഴ്സ് സെമാൻറ്റിക്സിൻ്റെ ടേംസിലും സിൻറ്റക്സ് ഓഫ് ഇവൻസിൻ്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യാം. കോംപ്ലക്സ് ഇവൻറ്റ് പ്രോസസ്സിംഗ് ഇത് സ്പെസിഫിക് പാറ്റേൺസ് ഓഫ് ഇവൻസിനെ അലൗ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയോൺമെൻറ്റിൽ ഒക്കർ ചെയ്യുന്നു. ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്യൂ. ഒരു പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റത്തിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഇവൻറ്റ്സ് എല്ലാം എഫിഷ്യൻ്റ്ലി ഡെലിവർ ആകണം ടു ഓൾ ദി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും. അവരുടെ ഫിൽട്ടേഴ്സ് ഈ പർട്ടിക്കുലർ ഇവൻറ്റിനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാച്ച് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ ഇവൻറ്റ്സ് ഡെലിവർ ആകണം. അഡീഷണൽ ആയിട്ടുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി, സ്കെയിലബിലിറ്റി, ഫെയിലിയർ ഹാൻഡ്ലിംഗ്, കൺകറൻസി, ക്വാളിറ്റി ഓഫ് സർവീസ്. സെൻട്രലൈസ്ഡും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ട്. സെൻട്രലൈസ്ഡ് ബ്രോക്കേഴ്സും ഉണ്ട്, നെറ്റ്വർക്ക് ഓഫ് ബ്രോക്കേഴ്സും ഉണ്ട്. അപ്പോൾ അടുത്തതാണ് ഫുള്ളി പിയർ ടു പിയർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പബ്ലിഷ്ഡ് സബ്സ്ക്രൈബർ സിസ്റ്റം. ഇവിടെ നിന്ന് പറയുമ്പോൾ പബ്ലിഷേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ബ്രോക്കേഴ്സിനും ഇടയ്ക്ക് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല. എല്ലാ നോഡുകളും ബ്രോക്കേഴ്സായിട്ട് ആക്ട് ചെയ്യും, കോഓപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യും, ഇംപ്ലിമെൻറ്റിംഗ് ദ റിക്വയർഡ് റൂട്ടിംഗ് ഇവൻറ്റ് റൂട്ടിംഗ് ഫങ്ഷനാലിറ്റി. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓവറോൾ ആയിട്ടുള്ള സിസ്റ്റം സ്ട്രക്ചറാണ്. ഇവൻറ്റ് റൂട്ടിംഗ്, ഓവർലേ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് പറയാം. ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ നോഡ്സിലേക്കും സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് സബ്സ്ക്രൈബർ എൻഡിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാച്ചിങ് ക്യാരി ഔട്ട് ചെയ്യുന്നു. മറ്റൊരു രീതി എന്ന് വെച്ചാൽ എല്ലാ പോസിബിൾ ആയിട്ടുള്ള പബ്ലിഷേഴ്സിലേക്കും സബ്സ്ക്രിപ്ഷൻ സെൻഡ് ബാക്ക് ചെയ്യുന്നു വിത്ത് ദ മാച്ചിങ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ പബ്ലിഷിംഗ് എൻഡ്. അപ്പം ഫ്ലഡിങ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഒരു അണ്ടർലൈങ് ബ്രോഡ്കാസ്റ്റ് ഒരു മൾട്ടികാസ്റ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഫ്ലഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ബ്രോക്കേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അസൈക്ലിക് ഗ്രാഫിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ ഇൻകമിങ് ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസും അതിൻ്റെ അടുത്തുള്ള നൈബേഴ്സിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇവിടെ സിംപ്ലിസിറ്റി ഉണ്ട്, പക്ഷേ അവിടെ ഒരുപാട് അൺനെസറി ആയിട്ടുള്ള ട്രാഫിക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫിൽട്ടറിങ് ബേസ്ഡ് റൂട്ടിംഗ്. അപ്പം നെറ്റ്വർക്കിലൂടെ ബ്രോക്കേഴ്സ് നോട്ടിഫിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നു. അവിടെ ഒരു വാലിഡ് സബ്സ്ക്രൈബറിൻ്റെ പാത്ത് ഉണ്ടെങ്കിൽ ഓരോ നോഡും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു നൈബർ ലിസ്റ്റിൻ്റെ കയ്യിൽ കുറേ ലിസ്റ്റ് ഓഫ് കണക്റ്റഡ് നൈബേഴ്സ് ഉണ്ട്. ഇത് നെറ്റ്വർക്ക് ഓഫ് ബ്രോക്കേഴ്സ്. ഒരു സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ അകത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഡയറക്റ്റ്ലി കണക്റ്റഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ നോഡിലുള്ള സബ്സ്ക്രൈബേഴ്സ് സർവീസ് ഉണ്ട് ബൈ ദിസ് നോഡ്. റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ നോഡും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സബ്സ്ക്രിപ്ഷൻസ് സാധാരണ യൂസ് ചെയ്യുന്ന ഫ്ലഡിങ് അപ്രോച്ചാണ് ടു ബാക്ക് ടുവേർഡ്സ് ഓൾ പോസിബിൾ പബ്ലിഷേഴ്സ്. അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം അഡ്വർടൈസ്മെൻറ്റ്സിനെ സബ്സ്ക്രൈബേഴ്സിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഏത് രീതിയിലാണ്? സിമിലർ വേ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ. റെൻഡസ്വോസ് നോഡ്സ് ഇതെന്ന് പറയുന്ന ബ്രോക്കർ നോഡ്സ് ആണ്.
ഒരു സബ്സെറ്റ് ഓഫ് ഇവൻറ്റ് സ്പേസിന് റെസ്പോൺസിബിൾ ആണിത്. SN of S എന്ന് പറയുന്നൊരു ഗിവൺ സബ്സ്ക്രിപ്ഷനാണ്. ഒന്നതിൽ കൂടുതൽ എസ് ഇംപ്ലൈസ് അതിൽ കൂടുതൽ റെസിഡൻസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. അവ സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. EN of E എന്ന് പറഞ്ഞൊരു ഗിവൺ ഇവൻറ്റ് ഒന്നതിൽ കൂടുതൽ റെൻഡസ്പോസ് നോട്ട്സ് ഇതെന്ന് പറയുന്നത് ഈ എഗനസ്റ്റ് സബ്സ്ക്രിപ്ഷൻ്റെ സിസ്റ്റം മാച്ച് ചെയ്യുന്നുണ്ടാന്ന് എന്ന് വെച്ചാൽ 1 or more റെസിഡൻസ് നോട്ട്സ് ഇത് റെസ്പോൺസിബിൾ ആണ് ഫോർ മാച്ചിങ് ഈ അഗനസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.